എതിരായിട്ടുള്ള അതിശക്തമായ ഒരു പോരാട്ടത്തിനാണ് ഇന്ന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്നത്. ഇതിനു മുമ്പ് തന്നെ 3-4 സമരങ്ങൾ ശ്രീ കണ്ണൻ എന്നോട് സൂചിപ്പിച്ചു. 4 സമരം അല്ലേ? 4 സമരങ്ങൾ മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കടൽ മണൽ ഖനനത്തിനെതിരായി നടത്തുകയുണ്ടായി. ഈ സമരം ജീവിക്കാൻ വേണ്ടിയുള്ള സമരമാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെ തന്നെ വെല്ലുവിളിക്കുന്ന ഒരു നടപടിയുമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. ശ്രീ പ്രതാപൻ ഇവിടെ ചൂണ്ടിക്കാണിച്ച നടപടികളെല്ലാം കേന്ദ്ര ഗവൺമെന്റിന്റെ ബ്ലൂ ഇക്കോണമിയുടെ ഭാഗമായിട്ടാണ്. ഇതൊരു നയമായി നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരമേറ്റെടുത്ത ശേഷം ആരംഭിച്ച നടപടികളുടെ ഭാഗമാണ്. ബ്ലൂ ഇക്കോണമി എന്ന ഓമന പേരിട്ട് വിളിച്ചുകൊണ്ട് ആഴക്കടൽ മത്സ്യബന്ധനവും കടലിലുള്ള മണലുകൾ മുഴുവൻ കോർപ്പറേറ്റുകൾക്ക് വിൽക്കാനുമുള്ള നടപടി ഇതിന്റെ ഭാഗമാണ്. വൻകിട ട്രോളറുകളും ഉപയോഗിച്ചുകൊണ്ട് മത്സ്യബന്ധനത്തിന് കോർപ്പറേറ്റുകളെ അനുവദിക്കുന്ന നയമാണ് കേന്ദ്ര ഗവൺമെന്റ് കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ അവരുടെ യാനങ്ങളിലും വള്ളങ്ങളിലും പോയി മത്സ്യബന്ധനം നടത്തുന്ന സ്ഥലങ്ങളിൽ ഇന്ന് വൻകിട ട്രോളറുകൾ ഉപയോഗിച്ചുകൊണ്ട് കോർപ്പറേറ്റുകൾ മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന് എല്ലാ വൻകിട ട്രോളറുകൾക്കും ലൈസൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു നിബന്ധനയുമില്ലാതെ കോർപ്പറേറ്റുകൾക്ക് ഇന്ന് ലൈസൻസ് കൊടുക്കുന്നതിന്റെ ഫലമായി കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ പട്ടിണിയിലാണ്. ഒന്നാമത് കാലാവസ്ഥയിൽ വന്നുകൊണ്ടിരിക്കുന്ന വ്യതിയാനം കാരണം മത്സ്യങ്ങൾ ഇവിടെയൊക്കെ വിട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. കടലിന്റെ ചൂട് വർദ്ധിക്കുകയാണ്. കടലിന്റെ ചൂട് വർദ്ധിക്കുന്നതിന്റെ ഫലമായി ഈ പ്രദേശങ്ങളിൽ നിന്ന് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്ന മത്തി, അയില തുടങ്ങിയിട്ടുള്ള മത്സ്യങ്ങൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇന്ന് പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഈ വൻകിട ട്രോളറുകൾ ഉപയോഗിച്ചുകൊണ്ട് മത്സ്യബന്ധനം നടത്തുമ്പോൾ അതുണ്ടാക്കുന്ന പാരിസ്ഥിതികമായ പ്രശ്നങ്ങളും മത്സ്യത്തൊഴിലാളികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും കേന്ദ്ര ഗവൺമെന്റ് പഠിക്കാൻ പോലും തയ്യാറല്ല എന്നതാണ് വസ്തുത. അവരുടെ താല്പര്യമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പാരിസ്ഥിതിക പഠനം നടത്തിയോ? എൻവയൺമെന്റൽ ഇമ്പാക്ട് സ്റ്റഡി എന്തുകൊണ്ട് നടത്തിയില്ല? എൻവയൺമെന്റൽ ഇമ്പാക്ട് സ്റ്റഡി നടത്താതെ എങ്ങനെ ഖനനമുണ്ടാകും? അതുണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പഠിച്ച് ഒരു റിപ്പോർട്ട് വേണ്ടേ ആദ്യം പുറത്തു കൊണ്ടുവരാൻ? ആ എൻവയൺമെന്റൽ ഇമ്പാക്ട് സ്റ്റഡി നടത്താതിരിക്കുന്നതിന്റെ കാരണം പ്രതാപൻ, അത് നടത്തിയാൽ ഖനനം നടത്താൻ കഴിയില്ല എന്നതുകൊണ്ടാണ്. സാധാരണഗതിയിൽ ഇതുപോലെയുള്ള വൻതോതിലുള്ള ഖനനം നടത്തുമ്പോൾ എൻവയൺമെന്റൽ ഇമ്പാക്ട് സ്റ്റഡി നടത്താറുണ്ട്. അങ്ങനെ നടത്താതെ എല്ലാ വിദേശ കമ്പനികൾക്കും ഈ ടെൻഡറിൽ പങ്കെടുക്കാമെന്നുള്ള തീരുമാനമെടുത്തത് കേരളത്തിലെയും ഇന്ത്യയിലെയും മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെ പന്താടാൻ വേണ്ടിയാണ്. കേരള ഗവൺമെന്റ് എന്തുകൊണ്ട് ഒരു നടപടിയും ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നില്ല? ഇന്നിപ്പോ ടെൻഡറിന്റെ ലാസ്റ്റ് ഡേറ്റ് അല്ലേ? ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്. ഇത് കഴിഞ്ഞാൽ ടെൻഡർ പൊട്ടിക്കും. ടെൻഡർ പൊട്ടിച്ചു കഴിഞ്ഞാൽ സെപ്റ്റംബർ 8-ാം തീയതി അവാർഡ് ചെയ്യും. അവാർഡ് ചെയ്ത് കഴിഞ്ഞാൽ വൻകിടക്കാർ നമ്മുടെ തീരങ്ങളിൽ വന്ന് ഈ ഖനനം നടത്താൻ തീരുമാനിക്കുമെന്നുള്ളതാണ് ഇതിന്റെ വസ്തുത. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് കേരള ഗവൺമെന്റ് അനങ്ങുന്നില്ല? നമ്മൾ പറയുമ്പോഴെങ്ങാണ് ഒരു സ്റ്റേറ്റ്മെന്റോ ഒരു പ്രമേയമോ പാസാക്കി അവസാനിപ്പിക്കുകയാണ്.
കേന്ദ്രത്തിന്റെ ഈ മത്സ്യത്തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന ഈ നടപടിക്കെതിരായി മുന്നോട്ട് വരാനുള്ള ഉത്തരവാദിത്തം കേരള ഗവൺമെന്റ് ഇല്ലേ? മാത്രമല്ല, വിദേശ കുത്തകകൾക്ക് കടലും കടൽ തീരങ്ങളും എഴുതി കൊടുക്കുന്ന മോഡി നയത്തിനെതിരായി കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഒരുമിച്ച് അണിനിരക്കണം. ഇത് മത്സ്യത്തൊഴിലാളികളുടെ മാത്രം പ്രശ്നമല്ല, നമ്മുടെ നാടിന്റെ പ്രശ്നമാണ്. സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം അപകടപ്പെടുന്നുവെന്ന് മാത്രമല്ല, കേരളത്തിന്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അതിരൂക്ഷമാക്കുന്ന ഇമ്പാക്റ്റ് ആയിരിക്കും ഈ ഖനനത്തിലൂടെ ഉണ്ടാകാൻ പോകുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനെതിരായിട്ടുള്ള ജനകീയ പ്രക്ഷോഭം കേരളത്തിൽ വളർന്നു വരണം. ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ടെൻഡർ പൊട്ടിക്കട്ടെ, ടെൻഡർ നടപടിയായി മുന്നോട്ട് പോകട്ടെ. പക്ഷേ നമ്മുടെ കടലിൽ ഖനനം ചെയ്യാൻ ഒരു കാരണവശാലും അവരെ അനുവദിക്കില്ല എന്നാണ് എനിക്ക് പറയാൻ. അതിനുവേണ്ടി ഒറ്റക്കെട്ടായി ഒരുമിച്ച് നമുക്ക് അണിനിരക്കണം. എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റഡി നടത്താതെ, മത്സ്യത്തൊഴിലാളി സംഘടനകളെ വിശ്വാസത്തിലെടുക്കാതെ, ആഴക്കടൽ മത്സ്യബന്ധനവും അതോടൊപ്പം തന്നെ ഈ കടലിലെ ഖനനവും നടത്തി പാവങ്ങളെ കൊള്ളയടിക്കാനുള്ള ഈ വിദേശ കുത്തകകളുടെ നീക്കത്തിനെതിരായി നമുക്ക് മുന്നോട്ട് വരണം. ഞാൻ ഓസ്ട്രേലിയയിലെ ഉദാഹരണം പറഞ്ഞല്ലോ. അവിടെ അദാനിക്ക് നിർത്തിവെച്ച് പോകേണ്ടി വന്നു. ഓസ്ട്രേലിയൻ ബാങ്കുകൾക്ക് ലോൺ കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടായി. അതുപോലെ കേരളത്തിലെ തീരങ്ങളിൽ ജീവിക്കുന്ന, അധ്വാനിച്ച് ജീവിക്കുന്ന, തിരമാലകളോട് പോരടിച്ച് മത്സ്യബന്ധനം നടത്തി വിദേശത്ത് പോലും കയറ്റി അയച്ച് നമുക്ക് വലിയ തോതിലുള്ള സമ്പത്തുണ്ടാക്കി തരുന്ന ഈ പാവങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന നടപടി എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് നടത്തുന്ന ഈ സമരത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്പൂർണമായ പിന്തുണയുണ്ടായിരിക്കുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരുമിച്ച് നിന്നുകൊണ്ട് മത്സ്യത്തൊഴിലാളികളെ തകർക്കാനും ഇല്ലാതാക്കാനും ഈ മത്സ്യമേഖലയെ പരിപൂർണമായി സ്തംഭിപ്പിക്കാനുമുള്ള നീക്കത്തിനെതിരായി മുന്നോട്ട് വരും. കേന്ദ്ര ഗവൺമെന്റ് നരേന്ദ്രമോദി ഈ പാവങ്ങളുടെ പിച്ചച്ചട്ടിയിൽ മണ്ണിടാൻ ശ്രമിക്കുന്നു. അതിനെതിരായി നമുക്ക് മുന്നോട്ട് പോകാം. ഇതിനുവേണ്ടി ഈ ന്യായമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് നടത്തുന്ന 4ാമത്തെ സമരമാണിത്. ഇത് 5ാമത്തെ സമരം. 4 സമരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ലീലാകൃഷ്ണനെയും ടി.എൻ. പ്രതാപനെയും നേതാക്കളെയും ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങൾ ഒരു നിശ്ചയദാർഢ്യത്തോടെ ഈ സമരരംഗത്ത് നിൽക്കുകയാണ്. ഈ പാവങ്ങളുടെ ജീവിതത്തെ പറ്റി മനസ്സിലാക്കാൻ മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന് കഴിഞ്ഞു എന്നുള്ളതാണ്, അതിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നന്മ നിറഞ്ഞ ഒരു കാര്യം. ഈ സമരത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, നമ്മളെല്ലാവരും ഉണ്ടാകും. അദാനിയും അംബാനിയും ഈ കൊല്ലം കടപ്പുറത്ത് കാലുകുത്തില്ല എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടുള്ള സമരമായി ഇത് മാറണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഉപരോധ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.